എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഫസ്റ്റ് വൺ സ്ലബ് സിൽക്കിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു കുർത്തിയാണ്. ചെസ്റ്റ് ഏരിയയിലേക്ക് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്ലീവ്സിലേക്കും ചെറുതായിട്ട് വർക്ക് വന്നിട്ടുണ്ട്. ക്ലോസർ വ്യൂ കാണിക്കാം. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. സ്ലീവ്സിലേക്കും അതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. സ്ലിറ്റർ ടൈപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് കോട്ടൺ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വൺ. നമുക്കിത് കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് കേട്ടോ. സെക്കൻഡ് വൺ ഇത് മെഷീൻ എംബ്രോയ്ഡറിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. വിചിത്ര ഫാബ്രിക്കിലാണ് നമ്മൾ എ ലൈൻ ടൈപ്പിലാണ് ടോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. മിഡിലേക്ക് ഫുള്ള് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. യോക്ക് ഏരിയയിൽ നമുക്ക് ഫുള്ള് മെഷീൻ എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത്. സ്ലീവ്സിലേക്കൊന്നും വേറെ വർക്ക് വന്നിട്ടില്ല കേട്ടോ. നമുക്കിതൊരു റെഫറൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെയാണ് പ്ലീറ്റ്സ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു വർക്കാണ്, ഫുൾ എംബ്രോയ്ഡറി വർക്ക്സ് ആണ്. ഇതിൻ്റെ ദുപ്പട്ട നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സെയിം കളറിൽ തന്നെ നമ്മൾ ജസ്റ്റ് പൈപ്പിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള സെയിം പാറ്റേണിൽ സൈഡിൽ കൂടെ ചെറുതായിട്ട് നമ്മളൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 സൈഡ്സിലും ആ ഒരു പൈപ്പിംഗ് വന്നിട്ടുണ്ട്. അടുത്ത ഔട്ട്ഫിറ്റ് കാണാം. അടുത്ത ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ്. റയോൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് കേട്ടോ. ചെറിയൊരു യോക്കിൻ്റെ അവിടേക്ക് നമ്മൾ പീച്ച് ഷെയ്ഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ചെറുതായിട്ട് അതിൻ്റെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. ക്രോഷ്വാ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ സൈഡിൽ നമ്മൾ ഈ ലേസ് 2 സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലോസർ വ്യൂ കാണിക്കാം. ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ. സ്ലീവ്സിലേക്കും അതുപോലെ ക്രോഷ്വാ ലേസ് വന്നിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ 2 എൻഡ്സിലേക്ക് ഫ്രണ്ടും ബാക്കും നമ്മളിതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം സൈസാണ് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ഒരു എലൈൻ ഫ്രോക്ക് 3 പാനലായിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഫുൾ സ്ലീവ് ആണ്. ബ്ലാക്കിൽ ഫുൾ ഫ്ലോറൽ പ്രിൻസ് ആണ് വന്നിട്ടുള്ളത്. താഴത്തേക്കും അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് എലൈനായിട്ടും ഫ്രണ്ടിൽ 3 പാനലായിട്ടുമാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ടോപ്പാണ്. ക്ലോസർ വ്യൂ കാണിക്കാം. നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ. കോട്ടൺ ആണ് വരുന്നത്, വിത്ത് ലൈനിങ് ആണ്. കോട്ടൺ ലൈനിങ് തന്നെയാണ് കേട്ടോ. ബാക്കിൽ ഇൻവിസിബിൾ സിബും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ നേവി ബ്ലൂ ഷെയ്ഡിൽ നമ്മൾ ചെയ്തിട്ടുള്ള, ഇത് നേരത്തെ കാണിച്ച സൽവാർ ചെയ്തിട്ടുള്ള സെയിം കസ്റ്റമറിന് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിത് കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഇതിപ്പോൾ വിചിത്ര സിൽക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫാബ്രിക് നമുക്ക് വേറെ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ വർക്ക് ഞാൻ ജസ്റ്റ് ആദ്യം ക്ലോസർ വ്യൂ കാണിക്കാം. നെക്കിൻ്റെ 1 സൈഡ് ആയിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഇത് സ്ലിറ്റഡ് പാറ്റേണിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ സ്ലീവ്സിൻ്റെ എൻഡ് പോർഷനിലേക്കാണ് വർക്ക് വരുന്നത്. ഇതിൻ്റെ സ്ലീവ്സ് 3/4 ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുവെന്നേ ഉള്ളൂ. ഇതുപോലെയാണ് സ്ലീവ്സിലേക്ക് വർക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ വൈറ്റ് കളറിലും ബ്ലാക്കിലൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഏത് കളറിലാണെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഈ വർക്ക് വരുമ്പോൾ അതിൻ്റേതായ ഭംഗി ഉണ്ടാവും. അപ്പോൾ ചെസ്റ്റിൻ്റെ ഈ ഒരു 1 സൈഡായിട്ടും സ്ലീവിലേക്കുമാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. സ്റ്റിച്ചഡ് പാറ്റേൺ ആണ്. സെയിം വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനും നമ്മൾ പൈപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. റെഡ് പൈപ്പിംഗ് ആണ് നേവി ബ്ലൂവിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്ലവറിൻ്റെ ഡിസൈൻ റെഡ് ആയതുകൊണ്ട് ഫുള്ള് പൈപ്പിംഗ് ആണ് ദുപ്പട്ടയ്ക്ക് 4 സൈഡും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇത്ര ഐറ്റംസ് ആണ് കാണിക്കുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുക. വാട്സപ്പ് നമ്പർ 8590818184 ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.